നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രീതിയെ മോളെ വസുമതി ആന്റിയുടെ അടുത്തേക്ക് അയക്കുക ഇന്ന് തന്നെ. ഇയാൾക്ക് എങ്ങനെ മനസ്സ് വരണ സമ്മതിച്ചു കൊടുക്കാൻ? എടോ എന്റെ മുഖത്തോക്കി പറ, എന്റെ മുഖത്തോക്കി പറ, അല്ലെങ്കിൽ സ്വന്തം നെഞ്ചത്ത് കൈവച്ച് പറ. തനിക്ക് പറ്റുമോ? നമ്മുടെ മോളല്ല. പ്രീതിയുടെ അർജുനേട്ടന്റെ മോളെ പാറു. പ്രീതി നൊന്ത് പ്രസവിച്ച കുഞ്ഞ്. ഞാനോ വിഷ്ണുവേട്ടനോ അവളുടെ ആരുമല്ല. ഒന്നുമില്ല, ആരുമല്ല. നമ്മുടെ ആരുമല്ല, ആരുമല്ല, ആരുമല്ല. ആരുമല്ല. നമ്മുടെ ആരുമല്ല. കൃഷ്ണേട്ടാ, അർജുൻ പ്രീതി മോളെ വിളിച്ചു കൊണ്ടുപോക്കും. കുഴപ്പമില്ല. പ്രീതി മോളെ ഇങ്ങതാ. കുഞ്ഞിനെ വാങ്ങ. അർജുൻ, കുഞ്ഞിനെ ഇട്ട് കരയിക്കാതെ പ്രീതിയും കൂട്ടി പോ. അർജുൻ, നിന്നോട് പ്രീതിയും കുഞ്ഞിനെ കൂട്ടി പോവാനാ പറഞ്ഞേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹണിമൂണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ജാതിക്കുള്ള ആളായി. എന്റെ ഈശ്വരാ, എന്തൊരു പരീക്ഷണോ ഇത്. നേരത്തെ താൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ? എന്ത്? അല്ല, താൻ വരുന്നില്ലെന്ന്. എന്തിനാ? സജ്ജേട്ടൻ പോയിക്കോ, ഞാൻ വരുന്നില്ലെന്നാ പറഞ്ഞത്. താനില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഹണിമൂണിന് പോവാനോ? ഒരു കാര്യം ചെയ്യാം, താൻ വരണ്ട. ഞാനും എടുത്തിയും അനഘയൊക്കെ പോയിട്ട് വരാം. താൻ ഇവിടെ ഇരിക്കും. അല്ലെങ്കിൽ വേണ്ട, താൻ തന്നെ വീട്ടിൽ വെക്കും. അങ്ങനെ
അങ്ങനെ എന്നെ ഇപ്പൊ ഒഴിവാക്കാൻ നോക്കണ്ട. ആ? അപ്പോ താൻ വരുന്നുണ്ടോ? ഞാൻ അവസാനമായി ചോദിക്കുക, താൻ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. അത് താനാണോ തീരുമാനിക്കുന്നേ? താനോട് പറഞ്ഞിട്ടല്ലേ ഇതെല്ലാം പ്ലാൻ ചെയ്തേ? പ്ലാൻ ചെയ്തപ്പോ നമ്മൾ മാത്രമായിരുന്നു. മിണ്ടരുത്. ഈ യാത്രയിൽ താനും വരും. വന്നില്ലെങ്കിൽ തനിക്ക് എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. അവളുടെ ഒരു ദേഷ്യം. ഡേ ഇങ്ങോട്ട് ഓടി. ഡേ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? എന്താ ഇനി പറ, നീ വരുന്നുണ്ടോ ഇല്ലയോ? വരുന്നില്ല എന്ന്. വരുന്നു, വരാം. എന്റെ കൊച്ചു പേടിച്ചു പോയോ? ആ? ഇതൊക്കെ സച്ചേട്ടന്റെ ഒരു നമ്പർ അല്ലേ? മാറങ്ങോട്ട്. ഹേയ്, താനിത് എവിടെ പോവുക? അതെ, ഞാൻ താഴെ വെച്ച ഏട്ടത്തിയോട് ഒറ്റയടിക്ക് എങ്ങനെ വരണ്ടെന്ന് പറയുന്നേ? മീരയെടുത്ത് വരുന്നുണ്ട്. അവന്തിയേട്ടത്തിയോട് വരണ്ടെന്ന് പറയുമ്പോ നമ്മളെ കുറിച്ച് എന്ത് കരുതും? രണ്ടും നമ്മുടെ ഏട്ടത്തിമാരല്ലേ? അതൊക്കെ എനിക്കറിയാം സച്ചേട്ടാ. അനഘയും കൂടി വരുന്നുണ്ട്. സന്ദീപിനെ ഒന്ന് ശ്വാസം വിടാൻ പോലും അവള് സമ്മതിക്കില്ല. നമ്മളൊരു യാത്ര പോവാൻ തീരുമാനിച്ചത് തന്നെ സന്ദീപിന്റെ മൂടൊന്ന് ശരിയാക്കാന്ന് കരുതിയിട്ടല്ലേ? അതിന് ഇവിടെ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. വാ, ഈ നാട്ടിൽ വെച്ച് ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയാതെ വളരെ രഹസ്യമായി സന്ദീപിനെയും ആതിരയും രജിസ്റ്റർ ഓഫീസിലെത്തിച്ച് അവരെ തമ്മിൽ കെട്ടിച്ച എന്റെ മിടുക്കിയായ പെണ്ണിവിടെ ഉള്ളപ്പോ എന്തു കുഴപ്പം വരാനാ? സച്ചേട്ടാ സൂചിപ്പിക്കാതെ. കാര്യമല്ലേ പറഞ്ഞത്? ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന വെറും ചീള് കേസല്ലേ? ആ, ഇനി താൻ പറ, വരുന്നുണ്ടോ ഇല്ലയോ? പിന്നെ വരാതെ എന്തിനും പോകുന്ന ഭർത്താവുള്ളപ്പോ പിന്നെ എനിക്കെന്താ പ്രശ്നം? അത് സുഖിച്ചു കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദാ ഇവൻ തന്നെയായിരിക്കും. അത് സാരമില്ല, വിളിച്ചോളാം. എന്റെ കുഞ്ഞു പറ. നിന്റെ കുഞ്ഞോ? അതെ, എന്റെ മാളൂനെ നീ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അപ്പൊ മാള് നിന്റെ അടുത്ത് ഇല്ലേ? ഗൂഗിളെ, നീ നാടകം കളിക്കരുത്. എനിക്ക് എന്റെ മോളെ തിരിച്ചു വേണം. അവളെ വിടറാം. സ്വന്തം കുഞ്ഞിനെ എവിടെയോ കൊണ്ട് കളഞ്ഞിട്ട് എന്റെ മേലെ കുതിര കയറാൻ വരുന്നോ? സത്യം പറഞ്ഞോടാ, മാളു ഇവിടെ. അവളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നീ തന്നെയായിരിക്കും. എന്താ? എന്റെ പെങ്ങളെ നീ കൊലക്ക് കൊടുത്തു. എന്നിട്ട് വേറെ കല്യാണം കഴിച്ച് സൂഹിക്കാൻ നടക്കുന്ന നിനക്ക് മാളു ഒരു ബാധ്യതയായി തോന്നിക്കാണും. നിന്റെ സൗകര്യത്തിന് വേണ്ടി നീ കൊച്ചിനെ കാണും കൊന്നോടാ. അയ്യോ മഹേട്ടാ, വേണ്ട. പിന്നെ അവൻ പറയുന്നത് കേട്ടില്ലേ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ ഒരുത്തിയെ കല്യാണം കഴിക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് താമസം വെച്ചിട്ടില്ലേ? എന്നിട്ട് വേറെ ഒരുത്തിയെ കൊണ്ട് കറങ്ങി നടക്കുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് എല്ലാം മകൾക്ക് വേണ്ടിയാണുള്ളൊരു നാടകവും. ഇതൊക്കെ വിവരമില്ലാത്തവർ വിശ്വസിക്കും. പക്ഷെ ഈ ഗോകുലിന്റെ അതിന് കിട്ടില്ല. ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ നിന്നോട് ഞാൻ കരുണ കാണിക്കുന്നത് എന്റെ ഗൗരി ഓർത്ത് മാത്രമാ. ഗൗരിയുടെ കൂടപ്പിറപ്പായതുകൊണ്ട് മാത്രം. ചേട്ടാ, ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ മാളു എവിടെയുണ്ടെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയൂ പ്ലീസ്. എങ്ങ വേണ്ട. നീ ഇവന്റെ മുമ്പിൽ അപേക്ഷിക്കേണ്ട കാര്യമില്ല. എന്റെ കുഞ്ഞ് അവൾ എവിടെയാണെങ്കിലും ഞാൻ കണ്ടെത്തും. ഇനി അതിന്റെ പിന്നിൽ ആരായാലും വെറുതെ വിടല ഞാൻ.
മാളുവിനെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ നീയാണെങ്കിൽ ഗോകുലേ, നീ ദുഃഖിക്കേണ്ടി വരും. ഇതുവരെ ഞാൻ കാണിച്ച ഔദാര്യം എന്റെ ഗൗരിയുടെ ചോരയാണെന്നുള്ള ആ പരിഗണന ഞാനങ്ങ് മറക്കും. എന്നെ കൊല്ലും ഞാൻ. ചെയ്യാത്ത തെറ്റിന് കോടതി കയറിയവനാ ഞാൻ. ഇനി നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാനും ഞാൻ മടിക്കില്ല. വാ ഗംഗേ. മാളുവിനെ കാണാനില്ലെന്നോ? ആരായിരിക്കും ഇതിന് പിന്നിൽ? മാളുവിന് ഒരു പോറൽ പോലും സംഭവിക്കാൻ പാടില്ല. കാരണം അവളിലൂടെ വേണം എനിക്ക് മഹിയുടെ സ്വത്തുക്കളെല്ലാം നേടിയെടുക്കാൻ. ഇവളെ അങ്ങനെ വെറുതെ ഒഴിവാക്കി എനിക്കെന്താ ലാഭം? നാളെ ഇവളെ കൊല്ലുന്നൊരു കേസ് കൂടെ എന്റെ പേരിലാവും. അതല്ലല്ലോ വേണ്ടത്. ഇവളിലൂടെ 10 കാശുണ്ടാക്കണം. അതാണ് ബുദ്ധി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹേട്ടാ, മഹേട്ടാ, എന്റെ കൈ പിടിച്ച് നടക്കുമ്പോഴാ നമ്മുടെ മാളുവിനെ ആരോ തട്ടിയെടുത്ത് വണ്ടി കയറ്റിക്കൊണ്ടുപോയത്. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുമ്പോഴേക്കും അവൻ ഒരുപാട് ദൂരം പോയി കഴിഞ്ഞിരുന്നു മഹേട്ടാ. മാളുവിനെ കൊണ്ടുപോയ വണ്ടിയുടെ നമ്പർ എങ്ങനെ ഓർമ്മയുണ്ടോ? ഇല്ല മഹേട്ടാ. അത് ഏത് വണ്ടിയാണെന്നെങ്കിലും അറിയാവോ? വണ്ടിയുടെ പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല മഹേട്ടാ. പിന്നെ എന്താ നിനക്ക് അറിയാവുന്നത്? അത് വണ്ടിയുടെ നിറം. ആ വണ്ടിയുടെ നിറം എനിക്കറിയാം. അതൊരു ചുവന്ന കളറ് കാറാണെന്ന് തോന്നുന്നു. ആ അതെ മഹേട്ടാ, അതൊരു ചെറിയ ചുമന്ന കളർ കാറായിരുന്നു. അയാള് ആ വണ്ടിയിലെ മഹേട്ടാ ആ മാളുവിനെ തട്ടിക്കൊണ്ടുപോയത്. ആ വണ്ടി എവിടെയാ? അവരെങ്ങോട്ടാ പോയത്? ഇതൊന്നും അറിയാതെ നമ്മൾ വെറുതെ നോക്കി നടക്കുക. ഒന്ന് തീരുമ്പോൾ ഒന്ന് എന്ന് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ മാത്രമേ ജീവിതത്തിലുള്ളൂ. എനിക്ക് മടുത്തു തുടങ്ങി. എന്തിനാ അങ്ങനെ ജീവിക്കുന്നതെന്ന് പോലും തോന്നുക. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല മഹേട്ടാ. പണ്ട് എന്റെ അച്ഛനമ്മയും മരിച്ചപ്പോ എനിക്ക് ജീവിക്കാനുള്ള ധൈര്യം തന്നത് മഹേട്ടനാ. ആ മഹേട്ടൻ തന്നെ ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ ആർക്കു വേണ്ടിയാ ഗംഗ ജീവിക്കേണ്ടത്? എല്ലാം മാളുവിന് വേണ്ടിയായിരുന്നില്ലേ? അവൾ ആഗ്രഹിക്കുന്ന നിന്നെ പോലും എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. നീയും എന്നെ കൈയൊഴിഞ്ഞില്ലേ? ഞാൻ മഹേട്ടാ എനിക്കിഷ്ടല്ലാത്തോണ്ട് പറഞ്ഞതല്ലോ. മുത്തശ്ശിക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുത്തു പോയതുകൊണ്ടല്ലേ. മഹേട്ടന് അറിയാത്തതുകൊണ്ടാ എന്റെ മനസ്സില് മഹേട്ടനും മാളും മാത്രമേ ഉള്ളൂ. മുത്തശ്ശിയോട് ഞാനത് തുറന്നു പറഞ്ഞതാ. അതാ മുത്തശ്ശി എന്നെ കൊണ്ട് അങ്ങനെ ഒരു സത്യം ചെയ്യിച്ചത്. എന്റെ ശ്രീ മഹേശ്വരനാണ് സത്യം. മുത്തശ്ശി പറയുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. മഹേട്ടന്റെയും ശ്രേയച്ചയുടെയും വിവാഹം നിശ്ചയിച്ചതുകൊണ്ട് ഞാൻ മഹേട്ടനെ മോഹിക്കാനോ അങ്ങനൊരു ജീവിതം സ്വപ്നം കാണാനോ പാടില്ല എന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞു. ഞാൻ സത്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ മുത്തശ്ശി എന്നെ ഇവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു. എനിക്ക് മഹേട്ടന്റെ കല്യാണം കഴിയുന്നവരെങ്കിലും ഇവിടെ നിൽക്കണം. മഹേട്ടന്റെയും മാളുവിന്റെയും കൂടെ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം.
അതാ മഹേട്ട എന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാ ഞാൻ സത്യം ചെയ്തു കൊടുത്തത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മനഃപൂർവ്വം ആരോ ഡ്രസ് പാക്കറ്റുകൾ തമ്മിൽ മാറ്റിവെച്ചതാ. അതാ സംഭവിച്ചത്. അല്ല, അങ്ങനെ മനഃപൂർവ്വം അത് പിന്നെ ആരാ? നമ്മൾ തമ്മിൽ അകലണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ. അത് സഞ്ജനല്ലാതെ പിന്നെ വേറെ ആരാവനാ? അവൾ ആവാനേ വഴിയുള്ളൂ. സഞ്ജന ഇവിടെ വന്ന ഉടൻ ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ലച്ചുവിനോട് ചോദിച്ചത്ര. അവള് ശുദ്ധഗതിക്ക് അവള് വാങ്ങിയ ഗിഫ്റ്റ് കാണിക്കുകയും ഡീറ്റെയിൽസ് ഒക്കെ പറയുകയും ചെയ്തു. ഇടയ്ക്ക് ലച്ചുവിനെ അമ്മ ചോദ്യം ചെയ്തപ്പോ അവള് പറഞ്ഞതേ ഇതല്ല. അപ്പോ ഉറപ്പായി ഇതെല്ലാം ചെയ്തത് സഞ്ജന തന്നെയാ. ആ ദക്ഷയുടെ ഒത്താശ എല്ലാത്തിനും അവൾക്ക് ഉണ്ടാവും. സഞ്ജു അവളെ വിവാഹം കഴിക്കാത്തതിന്റെ വാശി അവൾക്ക്. അപ്പോ എങ്ങനെയും നമ്മളെ തമ്മിൽ വേർപിരിയണം. അതാ അവളുടെ അമ്മയുടെ ലക്ഷ്യം. ഞാൻ ഫംഗ്ഷന് എല്ലാവരുടെയും മുന്നില് വല്ലാതെ ചെറുതായി പോകുന്ന പോലെ തോന്നി. അപ്പോ എന്തോ സഞ്ജു, എനിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. ഇതിന്റെ പേരില് മനസ്സുകൊണ്ട് ഞാൻ ലച്ചുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തി. സഞ്ജുവിനും വലിയ വിഷമമുണ്ടായല്ലേ? വിഷമിച്ചു, ഞാൻ ഒരുപാട് വിഷമിച്ചു. എല്ലാവരുടെ മുന്നിൽ വെച്ച് സ്വാതി പെട്ടെന്ന് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പോ ഞാനെന്തോ അങ്ങ് ഇല്ലാണ്ടായി പോയ പോലെ തോന്നി. സോറി സഞ്ജു, അങ്ങനെ പറ്റിപ്പോയി. സോറി. ഏയ് സാരമില്ല സ്വാതി. ഇതെനിക്കൊരു പാഠമാ. ഇനി ഇങ്ങനെ ജീവിതത്തിൽ എന്ത് വന്നാലും ഞാൻ ഒരു നിമിഷം ആലോചിക്കും സഞ്ജു. സഞ്ജുവിന് എന്നോടുള്ള സ്നേഹത്തെ പറ്റി ഞാനപ്പോ ചിന്തിക്കും. അപ്പോ എനിക്കിങ്ങനെ ഒരു അബദ്ധം ഇനി ഒരിക്കലും പറ്റില്ല. ജീവിതം അങ്ങനെയാ, പല പ്രതിസന്ധികളും ഉണ്ടാവും. പക്ഷേ സ്വാതി എനിക്കറിയാം, സ്വാതിക്കെന്നെ അതുപോലെ നമുക്ക് ആ പരസ്പര വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്നും സന്തോഷത്തോടെ ഒന്നിച്ചു ജീവിക്കാം. ഉറപ്പ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
എന്നാ നിങ്ങൾ പോയിട്ട് വരൂ. ലച്ചു വരുന്നോ? ലച്ചു വരുന്നുണ്ടെങ്കിൽ വന്നോളൂ അല്ലേ സഞ്ജു? ഇല്ല, ഞാൻ വരുന്നില്ല. നിങ്ങൾ പുറത്തേക്കാണെന്ന് തോന്നുന്നല്ലോ. അതെ, ഒന്ന് ഓഫീസിൽ തല കാണിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും. ഔട്ടിങ് നല്ലതാ, എന്നാ സമയം കളയണ്ട, നിങ്ങൾ പോയിട്ട് വരും. ലച്ചുവിനെ ഞാൻ വിളിച്ചതാ, അവള് വരുന്നില്ല എന്ന് പറഞ്ഞു. ഗോവിന്ദ് വന്നത് നന്നായി. നിങ്ങൾ സംസാരിക്കും. സഞ്ജു വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, എന്താ ഇത്? നീ കത്തെടുത്ത് കളഞ്ഞോ? അയ്യോ ഇല്ല, അതെന്റെ കയ്യിന്ന് വഴുതി പോയതാ. ക്ഷമിക്കണം. അത് സാരമില്ല. നിനക്ക് കല്യാണക്കുറി ഇഷ്ടമായോ? കൊള്ളാം. എന്താ ഗാർഗി, എന്താ ഇത്? ഞാനൊന്നും ചെയ്തില്ല. സോറി, എന്റെ കയ്യിൽ നിന്നാ ചായ വീണത്. ഗാർഗി, നീ പോയി വേറെ ചായ എടുത്തുണ്ടോ? ഏയ്, അത് വേണ്ട. ഇതെന്താ ഇയാളെന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞങ്ങളുടെ വീട്ടിലൊരു പെണ്ണിനെ കെട്ടാൻ പോകുന്ന ആളല്ലേ, അപ്പോ ആൾ എത്രക്കാരനാണെന്ന് അറിയണമല്ലോ. അതോടെ അറിയാൻ വേണ്ടിട്ടാ ഞാനിങ്ങനെ നോക്കിയേ. ഗാർഗി, നീ എന്ത് മര്യാദകേടായി കാണിക്കുന്നത്? നിന്നോട് ആരാ പറഞ്ഞത് ഈ പയ്യനെ ഇങ്ങനെ പരീക്ഷിക്കാൻ? ഈ പയ്യൻ എത്രക്കാരനാണെന്ന് അറിയാൻ നിന്നെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അത് ഈ പയ്യനെ പരീക്ഷിക്കാൻ ഗാർഗിയോട് പറഞ്ഞത് ഞാനാ. പാർവതി, നീ എന്താ ഇയാളെ ഇൻസൾട്ട് ചെയ്യാൻ നോക്ക? ഇതെന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ.
ആ ഓർമ്മ നിനക്ക് വേണം പറഞ്ഞേക്കാം. വെറുതെ ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കരുത്. പാർവതി വിവാഹം ഉറപ്പിച്ച ശേഷമാണോ നീ ഇവനെ പരീക്ഷിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ എല്ലാരും ഒന്ന് നിർത്ത്. നിങ്ങൾ വെറുതെ പാർവതിയെ കുറ്റപ്പെടുത്തണ്ട. യാസ്മിനെ വിവാഹം കഴിക്കുന്ന ചെറുക്കൻ ആള് പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് കരുതിയ പാർവതി ഗാർഗിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. അത് ജാസ്മിന്റെ ഒരു മൂത്ത ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പാർവതി ചെയ്യുന്നൊരു ഉത്തരവാദിത്വം. അതിന് ഇവളെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? പാർവതി, നീ ചെയ്തത് ശരിയാ. ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് നീ നിന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നതിൽ എനിക്ക് നിന്നോട് അഭിമാനം തോന്നുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. നമ്മുടെ കല്യാണക്കത്തും ഇതുപോലെ ആയ നന്നായിരിക്കില്ലേ? നമ്മുടെ കല്യാണക്കത്തോ? അതിന് നമ്മൾ തമ്മിൽ വിവാഹം ഉണ്ടായെങ്കിലല്ലേ അതിന്റെ ആവശ്യമുള്ളൂ. നമ്മള് തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്ന് ആരാ പറഞ്ഞേ? ആരാ പറയേണ്ടത്? എന്റെ വിവാഹം ആരുടെ കൂടെ വേണോ നിശ്ചയിക്കേണ്ടതേ ഞാനല്ലേ? സാറിന്റെ ഞാനുമായിട്ടാണെന്ന് സാർ നിശ്ചയിച്ചു കഴിഞ്ഞില്ലേ എന്ന് ഞാൻ പല്ലവിയോട് പറഞ്ഞോ? പറഞ്ഞോന്ന്? ഇല്ലല്ലോ. സാർ അത് വായ തുറന്ന് പറഞ്ഞില്ലെങ്കിലും സാറിന്റെ നോട്ടത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും എനിക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനിയെങ്കിലും മടിക്കാതെ പറയും സാറേ, എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ്. പല്ലവി, നീ മനസ്സിൽ തെറ്റായ ധാരണ വെച്ചാ എന്നോട് പെരുമാറുന്നത്. എനിക്ക് നിന്നോട് നീ കരുതുന്ന പോലൊരു ഇഷ്ടമില്ല. നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. കൊച്ചു കള്ളൻ, ഇപ്പോഴും ജാട വിടാൻ തയ്യാറല്ല. ജാടയൊന്നും അല്ല, ഞാൻ പറഞ്ഞത് സത്യമാ. പിന്നെ പല്ലവി, നീ വെറുതെ മനോരാജ്യം കാണണ്ട. നമ്മൾ തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. സ്വപ്നത്തിൽ പോലും അത് സാധിക്കില്ല. വിപിൻ സാറേ, സാർ എന്നെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടക്കും സാറേ. പല്ലവി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ വിപിനെ ശല്യം ചെയ്യാൻ നിൽക്കരുതെന്ന്. നീ എന്തിനാ നിന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് വിപിന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റുന്നേ? വിപിൻ നിന്നെ വിവാഹം കഴിച്ചേ മതിയാവൂന്ന് വാശി പിടിക്കാൻ മാത്രം വിപിനും നീയും തമ്മിൽ എന്താ ബന്ധം? എന്ത് അവകാശത്തിന്റെ പേരിലാ വിപിൻ നിന്നെ കല്യാണം കഴിക്കേണ്ടത്? വിപിനെ വിവാഹം കഴിക്കണമെന്ന് പറയാൻ എന്ത് യോഗ്യത നിനക്കുള്ളത്? ഇനി നീ ഇവന്റെ പിന്നാലെ നടന്ന അടിച്ച് നിന്റെ കാരണം ഞാൻ പൊളിക്കും. നീ എന്നെ തല്ലാൻ വരുന്നോ? എന്ത് അധികാരത്തിലാ നീ എന്നെ തല്ലുന്നേ? വിപിൻ സാറിനെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആശിച്ചതിൽ എന്താ കുഴപ്പം? വിപിൻ സാറിനെ വിവാഹം കഴിക്കാൻ എന്ത് അവകാശം എന്നല്ലേ നീ എന്നോട് ചോദിച്ചത്? നിന്നോട് ഞാൻ ചോദിക്കട്ടെ, നീ എന്ത് അവകാശത്തിലാ വിശാൽ സാറിനെ വിവാഹം കഴിച്ചത്? നിനക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാ നീ വിശാൽ സാറിന്റെ ഭാര്യയായത്? നിനക്ക് എന്ത് അവകാശമുണ്ടോ, എന്ത് യോഗ്യതയുണ്ടോ അത് തന്നെ എനിക്കുമുണ്ട്. അതുകൊണ്ട് അതിന്റെ പേരില് നീ എന്നെ ചോദ്യം ചെയ്യണ്ട. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാനും വിപിൻ സാറും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും. ജാസ്മിന്റെ വിവാഹത്തിന് മുൻപ് തന്നെ ഞാനും വിപിൻ സാറും വിവാഹിതരാകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതാരാ നോക്കി?
എന്താ ക്ഷമിച്ച്? അല്ല മോള് വിഷമിക്കണ്ടെന്ന് പറഞ്ഞതാ. മേഡം, ക്ഷമിച്ച്, എങ്ങനെയെങ്കിലും എന്റെ അമ്മയെ കണ്ടുപിടിക്കണേ. കണ്ടുപിടിക്കാം മോളെ. അമ്മയോട് വേഗം എന്റെ അടുത്ത് വരാൻ പറയണേ. എന്റെ മോള് പറയാട്ടോ. അമ്മയെ കാണാതെ ശ്രീകുട്ടിക്ക് വലിയ സങ്കടമാണെന്ന് പറയണേ. മോളെ ശ്യാമേച്ചി, മോള് ചെല്ല്. ശ്യാമേച്ചിക്ക് ഒരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോകണം. ഓഡീഷൻ അല്ലേ? ഫസ്റ്റ് വാങ്ങി ജയിച്ചു വരണേ. ഏറ്റു മോളെ. അപ്പൊ നമുക്ക് പോവാം മോളെ. നല്ല മോളല്ലേ, ഇപ്പൊ പോയിക്കോട്ടോ, നമുക്ക് കാണാം. വാ. ശരി ശ്യാമേ, ശ്യാമേച്ചി ടാറ്റ. പോട്ടെ. വാ. ചേച്ചി വിഷമിക്കില്ല. എന്റെ മോള് നമുക്ക് മോളെ ഇനിയും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ശ്യാമേ. അതൊക്കെ നടക്കും. സമയം ഇപ്പൊ തന്നെ വൈകി, നമുക്ക് പോവാം. ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കണേ. ഞാൻ നിങ്ങളെ മനഃപൂർവ്വം വിളിക്കാത്തതാ ശ്യാമേ. നിങ്ങളുടെ നമ്പറിൽ ഞാൻ വിളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ജയേഷിനറിയാം. അപ്പൊ നിങ്ങളുടെ നമ്പറും അവന്റെ നിരീക്ഷണത്തിലായിരിക്കും. വെറുതെ എന്തിനാ പ്രശ്നമാക്കുന്നത്? സമയം വൈകി, നിങ്ങൾ പൊക്കോ. ചേച്ചി കാണാൻ കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഇവിടെ? മാഡം, ഞാൻ ഇവിടെ ഉണ്ട്. മുന്നോട്ട് നോക്കിയേ. ഇവിടെ കണ്ടു. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ശ്യാമ ഇപ്പോ പുറത്തേക്ക് വരും. ഓക്കെ മാഡം, ഞാൻ ഏറ്റു. ഒരു കാരണവശാലും അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റരുത്. അത് മതി. അത് ഞാൻ ഏറ്റെന്നേ. ഞാൻ ചെയ്തിരിക്കും മാഡം. ശ്യാമ വരുന്നുണ്ട്. മാഡം, ഞാൻ കണ്ടു. ഞാനിപ്പോ റെഡിയാക്കി തരാം. നീ ഇന്ന് ഓഡീഷനില് പാടില്ല മോളെ. ഓടോ.
ശ്യാമ ശ്യാമ എന്താ എന്താ പറ്റിയേ? നല്ല വേദനയുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ചേട്ടാ ഹോസ്പിറ്റലിൽ പോകാം. അപ്പൊ അതും സക്സസ്. അവളുടെ ഒരു മ്യൂസിക് ഓഡീഷൻ. നിന്റെ സ്വപ്നം അവസാനിച്ച ശ്യാമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് നാഥൻ സാറിനെ നേരിട്ട് പരിചയപ്പെട്ട് കഴിയുമ്പോൾ തന്റെ ഈ ടെൻഷൻ എല്ലാം മാറും. ജെം ഓഫ് എ മാനെന്നും ജെന്റിൽമാനെന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ നാഥൻ സാറും അങ്ങനെ ഒരു സ്വീറ്റ് മനുഷ്യന്. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ തനിക്ക് ഇവിടുന്ന് തിരിച്ചു പോവാനേ തോന്നില്ല. അത്രയ്ക്ക് ഫ്രണ്ട്ലി ആള്. തവ ഇനി മുറ്റത്തൊന്നും സമയം കളയണ്ട, അവര് വെയിറ്റ് ചെയ്യായിരിക്കും. കമോൺ വാ. എത്തിയല്ലോ. നമസ്കാരം. മേഡവും സാറും വരുന്ന കാര്യം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. നിങ്ങൾ പരിചയക്കാരാ? അച്ചുവിനെ ഇവിടെ കൊണ്ടാക്കുമ്പോ ഈ ചേച്ചിയെ പരിചയപ്പെട്ടിരുന്നു. പ്രസാദും അഞ്ജലിയും അല്ലേ? നമസ്കാരം. 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 അല്ല, നാഥൻ സാർ എവിടെ? സാർ ഇവിടെ ഇല്ല. ഇല്ലേ? ഇവിടെ ഉണ്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞാണല്ലോ. എന്തോ അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് പോയതാ. നിങ്ങൾ വന്നാൽ പൂജാ ചടങ്ങിൽ പങ്കെടുത്തോളാൻ പറയണമെന്ന് പറഞ്ഞു. അത് ശരി. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ സാറിനെ വിളിച്ച് വരാൻ പറയും. സാറില്ലാതെ ഞങ്ങൾ മാത്രം എങ്ങനെയാ? അത്യാവശ്യമായിട്ട് പോയതാ. എല്ലാം പറഞ്ഞേൽപ്പിച്ച സ്ഥിതിക്ക് ഇനി വിളിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യമാവും. എന്താ അഞ്ജലി ചെയ്യേണ്ടത്? നാഥൻ സാർ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ ചടങ്ങിൽ പങ്കെടുക്കണോ ഇനി? വേണ്ട പ്രസാദേട്ടാ, പോകാം. ഇവിടെ ആകെ ഒരു നെഗറ്റീവ് ചാർജാ എനിക്ക്. സോറി തിരുമേനി, ഞങ്ങൾ നിൽക്കുന്നില്ല, പോവാം. നാഥൻ സാർ ഇല്ലാതെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് ശരിയുമല്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രസാദേ, ഒരു നിമിഷം. ഞാനീ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടോളൂ. നിങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സമ്മതിച്ചു വന്നവരാണെങ്കിൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. തിരുമേനിയും അതിന്റെ ആവശ്യം എന്താ ഇപ്പോ? ആവശ്യമുണ്ട്. വെറും ആവശ്യമല്ല, അത്യാവശ്യം. നിങ്ങളും കൂടി ഈ പൂജ പൂർത്തിയാക്കാൻ സഹായിച്ചില്ലെങ്കിൽ നാളെ മുതൽ ഇതൊരു മരണ വീടാവുമെന്നത് ഉറപ്പാണ്. അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഈ സംസാരിക്കുന്നത് ലക്ഷണശാസ്ത്രങ്ങൾക്കനുസരിച്ചാണ്. വിശ്വസിക്കാം, വിശ്വസിക്കാതെ ഇരിക്കാം. സമ്മതമാണെങ്കിൽ മാത്രം ഇരിപ്പിടത്തിലേക്ക് ഇരുന്നോളൂ. നിങ്ങൾ കാരണം ഒരു മനുഷ്യന്റെ ജീവിതമാണ് രക്ഷപ്പെടുക എന്ന് മാത്രം വിചാരിച്ചു കൊള്ളുക. എന്തായാലും ഒരുങ്ങിയിറങ്ങിയതല്ലേ, നമ്മളായിട്ടിനി നാഥൻ സാറിന് ഒരു ദോഷം വരുത്തണ്ട. വാ, നമുക്കിരിക്കാം.
തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എവിടെ അവരെവിടെ? നിങ്ങൾ എന്താ ഒരു അക്ഷരവും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ വെറുതെ ചോദിക്കുന്ന ചോദ്യങ്ങളല്ല. ഐ വോണ്ട് ആൻസർ. എവിടെ രാധയും അവളുടെ കൂടെ ഉള്ളവനും? അവര് രക്ഷപ്പെട്ടു പോയി സർ. വാട്ട്? ഞങ്ങൾ പരമാവധി ശ്രമിച്ചതാ സർ, പക്ഷെ പിടികിട്ടിയില്ല. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? അവരെ ഫോളോ ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ? എന്തായിരുന്നു പ്രശ്നം? അങ്ങനെ തന്നെ ചെയ്തു സർ. പക്ഷേ ഞങ്ങൾ കയറിയ ഓട്ടോ ഈ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി നിന്നുപോയി. ആ സമയത്ത് കൺവെട്ടത്തു നിന്ന് അവർ പോവുകയും ചെയ്തു. നോ 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 നോ. ശിവപാർവതിമാരെ പോലെ, ശ്രീരാമചന്ദ്രനെയും സീതയും പോലെ സർവവിധ പൊരുത്തങ്ങളോടെയും ദീർഘകാലം മുഴുവൻ ദമ്പതികളായി വാഴുക. സീമന്തരേഖ ശൂന്യമായി കിടക്കാൻ പാടില്ല. സിന്ദൂരമണിയിക്കുക. ഞാൻ അണിഞ്ഞോളാം. ഏയ്, പാടില്ല. ഭർത്താവിന്റെ അസ്തിത്വത്തിന്റെ പ്രതീകമാണ് സുമംഗലിയായ പെണ്ണിന്റെ സീമന്തരേഖ. അവിടെ സിന്ദൂരമണിയിക്കാൻ ഭർത്താവിനാണ് അവകാശം. അണിയിച്ചോളൂ, നല്ല മുഹൂർത്തമാണ്. അവളെയും കൊണ്ട് രക്ഷപ്പെടാൻ ഞാൻ ഒരുത്തനെയും അനുവദിക്കില്ല. I want them back. I want them now. സാറേ, ഇതിപ്പോ കയ്യിൽ നിന്ന് പോയ ലക്ഷണമാണ്. അടുത്ത തവണ അവരെ പിടിക്കാൻ കഴിയുമെന്നേ കരുതാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കും? എവിടെ ചെന്ന് എന്ത് ഇൻഫർമേഷൻ കിട്ടും? എടാ, ചോദിച്ചു കേട്ടില്ലേ? എങ്ങനെ പിടിക്കുമെന്ന്? അതിപ്പോ NN സിസ്റ്റേഴ്സില്ലേ നമ്മളെ കൂടെ, അവർ ഉറപ്പായിട്ട് പിടിച്ചിരിക്കും സാറേ. നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂ സാർ. NN സിസ്റ്റേഴ്സ് മാങ്ങാത്തൊലി. ഇവളുമാരെ കൊണ്ട് ഒന്നിനും പറ്റില്ലടോ. വേസ്റ്റുകളാ, വെറും വേസ്റ്റുകൾ. സാർ അങ്ങനത്തെ വർത്തമാനമൊന്നും പറയണ്ട. ചിലപ്പോ മിഷനിൽ ചില പാളിച്ചകളൊക്കെ ഉണ്ടാവും. അതിനർത്ഥം ഞങ്ങൾ കഴിവ് കേട്ടവരാണെന്നല്ല. അയ്യോ, ഒരിക്കലും അല്ല. നിനക്കൊക്കെ നല്ല കഴിവാ. മറ്റുള്ളവന്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ വാങ്ങി സ്വന്തം അക്കൗണ്ട് വീർപ്പിക്കാൻ. പണം വാങ്ങി അതിനുള്ള ജോലി ഞങ്ങൾ ചെയ്യും. ചെയ്യും ചെയ്യും ചെയ്യും. ദിവസങ്ങൾ എത്ര കഴിഞ്ഞു? തലമൂത്ത ആണുങ്ങൾക്ക് കഴിയാത്തത് ചെയ്ത് കാണിക്കുമെന്ന് വീമ്പിളക്കി പോയിട്ട് സ്വന്തം മൂക്കിന് കീഴിലൂടെ പോയി അവരെ പിടിക്കാൻ കഴിയാത്ത നീയൊക്കെ എന്തിനാണ് ഈ പണിക്കിറങ്ങിയത്? വല്ല പാടത്തും പോയി നിന്ന് കാക്കയെ ഓടിക്കാനേ പറ്റൂ. മതിയാക്കടോ. താൻ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ അവനെ അപ്പോഴേ അറ്റാക്ക് ചെയ്യാതിരുന്നത്? അല്ലെങ്കിൽ അവന്റെ നട്ടല് ചവിട്ടി ഓടിക്കാൻ ഈ NN സിസ്റ്റേഴ്സിന് കഴിയുമായിരുന്നല്ലോ. ഫസ്റ്റ് അവന്റെ നേരെ ചെന്നിരുന്നെങ്കിലേ നിന്നേക്ക് ഇപ്പൊ മൂക്കി പഞ്ഞി വെച്ച് തെക്കോട്ട് എടുത്തേനെ. എന്തിന് ഏതിനും പോന്ന ഗുണ്ടകളെ വരെ അടിച്ചൊതുക്കിയവനാവായി. ഓഹോ, അപ്പൊ അവനെ ഭയന്നിട്ടാണല്ലേ ഈ ഭീരു ഞങ്ങളെ വാടകയ്ക്കെടുത്തത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ അമ്മ ആരും കൊന്നതല്ല. അച്ഛനോട് വെറുതെ വഴക്കിട്ട് ആത്മഹത്യ ഭീഷണി മുഴക്കി ഫ്ലാറ്റിന്റെ മുകളിൽ കയറിയപ്പോ കാല് തെറ്റി നിലത്തേക്ക് വീണ് മരിച്ചതാ. ഞാൻ നോക്കി നിൽക്കുമ്പോഴാ സംഭവം. ഞാൻ ദൃക്സാക്ഷിയാ. ഏത് കോടതി വേണമെങ്കിലും ഞാനിത് പറയാം. ഉന്നതങ്ങളിലിരിക്കുന്ന നീതിപാലകരെ ആ സ്ത്രീ വിലക്കെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. എന്റെ ദൈവമേ, അറസ്റ്റ് ചെയ്യാൻ IG എന്നോട് ഓർഡർ ഇട്ടിരിക്കുന്നത്. എനിക്ക് രണ്ടേ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നുകിൽ എന്നേക്കുമായി ഈ യൂണിഫോം ഊരി വയ്ക്കുക, അല്ലെങ്കിൽ എന്റെ ദൈവമേ അറസ്റ്റ് ചെയ്യുക. നീ എന്ത് ചെയ്താലും എനിക്ക് വിരോധമില്ല. നിരപരാധിയായ എന്റെ മകളെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ അമ്മ ഇത്? ഇവൻ മനഃപൂർവ്വം ഒന്നല്ലല്ലോ ചെയ്യുന്നത്. ഇതവന്റെ കടമയാ. ഇവൻ അത് ചെയ്തേ പറ്റൂ. നന്ദിനി, അമ്മ അവനെ തടസ്സപ്പെടുത്തരുത്.
ഐ ജിയുടെ ഓർഡർ അമ്മേ. എനിക്കത് നടപ്പിലാക്കിയേ പറ്റൂ. സബ് ഇൻസ്പെക്ടർ. സർ. നന്ദിനി അമ്മയെ അറസ്റ്റ് ചെയ്യാം. സർ. എന്തർത്ഥത്തില് നിങ്ങൾ എന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്? ആരുടെ നിർദ്ദേശപ്രകാരോ എന്റെ അമ്മയെ പ്രതി ചേർത്തത്? മാറി നിൽക്ക്. നീ എന്തിനാ അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നത്? അവള് ചോദിക്കുന്നത് ന്യായമല്ലേ? ഓ, സാവിത്രി ചേച്ചിയുടെ ഈ സന്തോഷം ഞാൻ അറിഞ്ഞില്ല. ആങ്ങളെ ചത്താലും നാത്തുവിന്റെ കണ്ണിലെ കണ്ണീര് കണ്ടാ മതി. നന്ദിനിയേട്ടത്തേക്ക് ഇന്ദ്രജയേക്കാൾ വലിയ ശത്രുക്കൾ ഈ വീട്ടിലെ ഉള്ളത്. നിങ്ങൾ ദൈവമേ കൊണ്ടുപോരുത്. എന്റെ പെറ്റമ്മ ആത്മഹത്യ ചെയ്തതാ. അമ്മ ആരും കൊന്നിട്ടില്ല. മീനാക്ഷി, നിന്റെ എന്റെ അമ്മയാണ് ദേവമ്മ. ദേവമ്മയുടെ നിരപരാധിത്വം നമുക്ക് കോടതിയിലെ തെളിയിക്കാൻ പറ്റൂ. ഇപ്പൊ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. ഇൻസ്പെക്ടർ, അറസ്റ്റ്. സർ. ഈ ഒരു രംഗം കാണണമെന്ന് എന്റെ ഒരു സ്വപ്നമായിരുന്നു. സാക്ഷാത്കരിച്ചല്ലോ ആ സ്വപ്നം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, ഞാൻ എന്തിനാ ഒരു വിലയില്ലാത്ത ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത്? സാരമില്ല മോനെ, ഇതൊക്കെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് കോടതിയിൽ തെളിയും. മോൻ സമാധാനമായിട്ടിരിക്കെ. മീനാക്ഷിയാ? ഹലോ മീനാക്ഷി. അമ്മ എവിടെ? അമ്മ ഇവിടെ ഉണ്ട്. ഒന്ന് കൊടുക്കാവോ? എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം. അവൾക്ക് സംസാരിക്കണമെന്ന്. മോളെ, അമ്മ ഇവിടെ എന്തെടുക്കുന്നു? ഇവിടെ ഒരു കുഴപ്പമില്ല മോളെ. എന്റെ മോള് സമാധാനമായിട്ടിരിക്കെ. അമ്മ വേഗം വരാം. ഹലോ അമ്മ. എന്തായ രാജലക്ഷ്മി? ബെല്ലുണ്ട്, എടുത്തിട്ട് വേണ്ടേ? പല പ്രാവശ്യം ഞാൻ വിളിച്ചു. അവരൊക്കെ വല്ല തിരക്കുള്ള ആളുകളല്ലേ, തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ജഗന്നാഥ രാമേട്ട? അതെ, അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. പക്ഷേ മൂപ്പരൊരു നെഗറ്റീവും കൂടി സൂചിപ്പിച്ചു. എന്റെ പെങ്ങൾ ഇന്ദ്രജയുടെ ഹസ്ബൻഡിന്റെ ക്ലോസ് റിലേറ്റീവ് IG. ഇന്ദ്രജ അയാളെ കണ്ട ഈ തുള്ളലൊക്കെ തുള്ളുന്നത്. IG ഇടപെട്ട കേസാണെങ്കിൽ ജാമ്യത്തിലിറക്കാൻ പാടാണ്. അയ്യോ,
ഒരു ദിവസം പോലും എന്റെ നന്ദിനിയെ പോലീസ് ലോക്കപ്പിലോ ജയിലിലോ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഈ രാജലക്ഷ്മി ജീവിച്ചിരിക്കുമ്പോ ഞാൻ അതിന് അനുവദിക്കില്ല. ചെമ്പകമംഗലത്തുകാരുടെ കരുത്ത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഇന്ദ്രജ മത്സരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ലോക്കൽ പോലീസ് അന്വേഷിക്കേണ്ട കേസ് IG ലെവലിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ പുത്രൻ ഇവിടെയുണ്ട്. ചെറിയ ആളുമല്ല, ACP. അവനെ വരെ സൈലന്റ് ആക്കിയ ഈ ബർമുഡ ട്രയാങ്കിൾ അവർ ഒരുക്കിയിരിക്കുന്നത്. നന്ദിനിയെടുത്തിയെ ഏതു വഴിയും നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്തു എന്നാ ആലോചിക്കേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.